ചങ്ങായിമാരെല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സിനിമാ നടി അനുശ്രീ ചേച്ചിയില്ലേ, കുലസ്ത്രീ സംഗിണി, ഓരെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അവർക്കിപ്പോഴല്ല സിനിമയിൽ ചാൻസ് കിട്ടുന്നില്ലാന്ന് മറ്റ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ട് ആരൊക്കെയോ കുറ്റം പറ്റി ഇറങ്ങിയിട്ടുണ്ട്. അനുശ്രീ ചേച്ചി പറഞ്ഞത് താൻ ഹിന്ദുവാണെന്ന് തുറന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർക്ക് സിനിമയിൽ അവസരം കിട്ടാതിരിക്കുന്നതെന്നാണ്. അല്ലാതെ അഭിനയം അറിയാത്തത് കൊണ്ടല്ലെന്നാണ് ചേച്ചി പറയുന്നത് കേട്ടോ. എന്താണ് നമുക്ക് നമ്മുടെ അനുശ്രീ ചേച്ചിയുടെ ഈ സങ്കടം സംഘികളുടെ ഒരു പരിപാടി പറ്റി പറഞ്ഞത് ഘട്ടം ഘട്ടമായിട്ട് കേട്ടിട്ട് വന്നാലോ? എന്റെ വിശ്വാസങ്ങളാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് എപ്പോഴും പറയാറുമുണ്ട്. ആ തുറന്നു പറഞ്ഞതിന്റെ ഭവിഷ്യത്തുകൾ നന്നായിട്ട് അനുഭവിക്കുന്നുമുണ്ട്. ഈ ഒരു ദിവസം തന്നതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങണം എന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് തലേന്ന് കിടക്കുമ്പോൾ അറിയില്ല പിറ്റേന്ന് രാവിലെ എണീക്കുമെന്നുള്ളത്. ഒരിക്കലും ഞാൻ പഠിച്ചിട്ടില്ല, എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല ഹിന്ദു എന്നതൊരു മതമാണ്. ഒരു ഹിന്ദുവാണ്, ഹിന്ദു സംസ്കാരത്തില് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസവുമായിട്ട് മുന്നേ പോകാൻ ആഗ്രഹിക്കുന്ന, അത് തുറന്നു പറയുന്ന ഒരാളാണ് ഞാൻ. എവിടെയും ഞാനത് മറച്ചു വെച്ചിട്ടില്ല. എന്റെ വിശ്വാസങ്ങളാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് എപ്പോഴും പറയാറുമുണ്ട്. ആ തുറന്നു പറഞ്ഞതിന്റെ ഭവിഷ്യത്തുകൾ നന്നായിട്ട് അനുഭവിക്കുന്നുമുണ്ട്. കുറച്ച് ആൾക്കാരെങ്കിലും വിചാരിക്കും ഇപ്പൊ എന്തായത് തുറന്നു പറഞ്ഞാൽ ഇത്ര ഭവിഷ്യത്തെന്ന്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഏറെക്കുറെ നന്നായിട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ എന്റെ അനുശ്രീ ചേച്ചി, നിങ്ങൾ ഹിന്ദു ആയതിന്റെ ഭവിഷ്യത്തല്ല, നിങ്ങൾ ഇത്രയും കാലം സിനിമയിൽ അഭിനയിച്ചിട്ടും അഭിനയത്തിന്റെ ബാലപാഠങ്ങളില്ലേ അത് പഠിക്കാത്തതിന്റെ ഭവിഷ്യത്താണ് നിങ്ങളിപ്പോ അനുഭവിക്കുന്നത്. എന്റെ അനുശ്രീ ചേച്ചി, നിങ്ങളില്ലേ നമ്മളെ ഫാദ് ഫാസലിന്റെ ഡയമണ്ട് നെക്ലേസ് ഇല്ലേ, ആ സിനിമയിൽ സന്തോഷായില്ലേ ഹെർനേട്ടാന്ന് പറഞ്ഞില്ലേ, ആ ഹെർനേട്ടന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ അഭിനയിട്ടില്ല, ഇതുവരെ വളർന്നിട്ടില്ല. അതായത് അനുശ്രീ ചേച്ചി, നിങ്ങളുടെ അഭിനയം നിങ്ങൾക്കറിയില്ല എന്നുള്ള പോരായ്മയില്ലേ, അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ചേച്ചിന്റെ ഒരു വിചാരമുണ്ട്, തൊലിവെളുപ്പാണ് സിനിമയിൽ അവസരം കിട്ടാനുള്ള ഏക മാനദണ്ഡം. അതല്ല ചേച്ചി, അഭിനയമാണ് സിനിമയിൽ അവസരം കിട്ടാനുള്ള ഏക മാനദണ്ഡം. തൊലിവെളുപ്പ് മാത്രമാണ് സിനിമയിൽ അവസരം കിട്ടുന്നതിന്റെ മാനദണ്ഡമെങ്കിൽ എത്ര ആൾക്കാർ തൊലിവെളുപ്പ് മാത്രമുള്ള ചേച്ചിയെക്കാളും തൊലിവെളുപ്പുള്ള എത്ര ആൾക്കാരുണ്ട് ഈ നാട്ടിൽ. അതുകൊണ്ട് ചേച്ചി, അഭിനയം അറിയാത്തതാണ് ചേച്ചീന്റെ കുഴപ്പമെന്ന് ആദ്യം ചേച്ചി മനസ്സിലാക്കുക. അല്ലാണ്ട് ഉന്നമില്ലാത്തതിന് കല്ലിനെ കുറ്റം പറയുക, അക്ഷരം ശരിയാകാത്തതിന് പേനയെ കുറ്റം പറയുക, അഭിനയിക്കാൻ അറിയാത്തതിന് ക്യാമറയെ കുറ്റം പറയുക, അതൊന്നും പറഞ്ഞിട്ട് സിനിമയിൽ അവസരം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഹിന്ദു ആയതുകൊണ്ടാണ് എനിക്ക് സിനിമയിൽ അവസരം കിട്ടാത്തതെന്ന് പച്ച കള്ളം പറയുക, ഇതൊക്കെ വളരെ മോശം പരിപാടിയാണ് ചേച്ചി. ഒന്നാമത് ചേച്ചിയുടെ വർത്തമാനം കേട്ടതൊന്നും മുസ്ലിങ്ങളാണ് മലയാള സിനിമ ഭരിക്കുന്നതെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോകും. അങ്ങനെ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് സംഘികൾ കുറച്ച് സുഖിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി വർത്തമാനം പറഞ്ഞതെന്ന് നമുക്കെല്ലാം അറിയാട്ടോ. വേറൊരു കാര്യം കൊണ്ട് ചേച്ചിയെക്കാളൊക്കെ അഭിനയ കഴിവുള്ള നല്ല അഭിനേതാവായ ഒരുപാട് നടിമാരുണ്ട്. അവർക്കൊന്നും തീരെ അവസരം കിട്ടുന്നില്ല. അപ്പോഴാണോ തീരെ അഭിനയം അറിയാത്ത നിങ്ങളെപ്പോലുള്ളവർക്കെല്ലാം അവസരം കിട്ടേണ്ടത്? ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ ഹിന്ദു ആയത് കൊണ്ടാണ് നിങ്ങൾക്ക് സിനിമയിൽ അവസരം കിട്ടാത്തതെങ്കിൽ നിങ്ങളെ ശാഖാപ്രമുഖില്ലേ ഉണ്ണിമുകുന്ദനോട് പറ, മൂപ്പർ സിനിമയിൽ നിർമ്മിക്കുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, മൂപ്പറ സിനിമയിൽ ഒരു അവസരം തരാൻ വേണ്ടി നിങ്ങൾ ശാഖാപ്രമുഖ് ഉണ്ണിമുകുന്ദനോടൊന്ന് പറ. മൂപ്പറന്നാ നിങ്ങളോട് പറയാന്നറിയാം, ഞാനേ അഭിനയം പഠിക്കുന്നത്. അപ്പോഴാണോ നിന്നെ പോലെ തീരെ അഭിനയം അറിയാത്ത ഒരാളെ കൂട്ടി എന്റെ സിനിമ അല്ലെങ്കിലേ പൊളിയെന്ന് വീണ്ടും പൊളിയിപ്പിക്കാൻ വേണ്ടി അതായിരിക്കും ഉണ്ണിമുകുന്ദൻ നിങ്ങളോട് പറഞ്ഞ മറുപടി. ഇനി ഉണ്ണിമുകുന്ദൻ അല്ലെങ്കിൽ തന്നെ സംഘപരിവാറുകാരായ എത്ര സംവിധായകന്മാരുണ്ട് നമ്മുടെ മലയാള സിനിമയിൽ, അവരോടൊക്കെ ഒന്ന് അവസരം ചോദിച്ചൂടെ? ഞാൻ ഹിന്ദുവാണ്, എനിക്കൊരു അവസരം തരുമെന്ന് നിങ്ങൾക്ക് അവരോട് ചോദിച്ചൂടെ? അവരാരും നിങ്ങൾക്ക് അവസരം തരുന്നില്ല. അതിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഹിന്ദു ആയതല്ല വിഷയം, നിങ്ങൾക്ക് അഭിനയം എന്ന് പറഞ്ഞ സാധനത്തിന്റെ ABCD അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവസരം കിട്ടാത്തെന്നുള്ള സത്യം മനസ്സിലാക്കി എന്റെ അനുശ്രീ ചേച്ചി. ഇനി ചേച്ചിക്ക് സിനിമ തന്നെ വേണം നിർബന്ധം പിടിക്കില്ല, സീരിയലിലോ ആൽബത്തിലോ ഒക്കെ ഒന്ന് ചാൻസ് നോക്ക്. അവിടെ അവസരം കിട്ടുന്നില്ലെങ്കിൽ, അതായത് സീരിയലിൽ പോലും ചേച്ചിക്ക് അവസരം കിട്ടുന്നില്ലെങ്കിൽ ചേച്ചിയുടെ അഭിനയം എന്താണെന്ന് ചേച്ചി തന്നെ ഊഹിക്കാലോ. ചേച്ചി ഒന്നിനും കൊള്ളാത്ത നടിയെന്ന് പോലും വിളിക്കാൻ പറ്റാത്ത ഒരാളാണെന്ന് ചേച്ചി മനസ്സിലാക്കുക. ഇനി ഒരു കഴിവില്ലാതെ ചേച്ചി അടുത്തതായിട്ട് ആരെയാണ് കുറ്റം പറഞ്ഞ് കേട്ടിട്ട് വന്നാലോ? എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. ഞാൻ ഇങ്ങനത്തെ ഒരു വിശ്വാസിയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഹിന്ദു സംസ്കാരത്തിലെ കൊച്ചാണ്. എന്റെ വിശ്വാസങ്ങളെ ഞാൻ മുറുകെ പിടിക്കുന്നതിൽ ഒരു അഭിമാനക്കുറവും, അല്ലെങ്കിൽ അത് ഞാൻ തുറന്നു പറഞ്ഞാൽ പ്രശ്നമാകും, ഇനി പറയരുത് എന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടുമില്ല, ഞാനത് ചെയ്തിട്ടുമില്ല. കാരണം ഒരിക്കലും ഞാൻ പഠിച്ചിട്ടില്ല, എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല ഹിന്ദു എന്നതൊരു മതമാണ്, അതൊരു സംസ്കാരമാണ്, അതൊരു ധാർമ്മികതയാണെന്ന് മാത്രമാണ് എനിക്ക് എന്റെ പേരൻസും എന്റെ ഗുരുക്കന്മാരും ഞാൻ പോയിട്ടുള്ള ബാലഗോകുലവും പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ഉറച്ചു നിൽക്കാനായിട്ട് അന്നും ഇന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അന്ന് ബാലഗോകുലത്തിൽ പോയതുകൊണ്ടായിരിക്കാം, എനിക്ക് ഒരുപാട് കഥകളും വിശ്വാസങ്ങളുടെ കാര്യമൊക്കെ കേട്ടതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ഒരു സംസ്കാരത്തിൽ അത്രയും ഉറപ്പോടുകൂടി നിൽക്കാനായിട്ടുള്ളൊരു പ്രവണത കിട്ടിയത്. ഇപ്പോഴത്തെ എത്രത്തോളം കുട്ടികൾ അതിലൊക്കെ പോകുന്നുണ്ട്, ഇതൊക്കെ അറിയുന്നുണ്ട്, എന്താണ് ഹൈന്ദവ മതം, എന്താണ് നമ്മുടെ സംസ്കാരം, എന്താണ് നമ്മുടെ ആചാരം എന്നൊക്കെ അവർക്ക് അറിയുമോ എന്നുപോലും എനിക്കറിയില്ല. കാരണം എന്റെ വീട്ടിലെ കുട്ടികളാണെങ്കിൽ പോലും നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്താണ് വിടേണ്ടത്.
എന്റെ അനുശ്രീ ചേച്ചി, നിങ്ങൾ ആദ്യം ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിക്കുക. നിങ്ങൾ ആദ്യം പറഞ്ഞ ഹിന്ദു ഒരു സംസ്കാരമാണെന്ന്, പിന്നീട് നിങ്ങൾ തന്നെ പറഞ്ഞ ഹിന്ദു ഒരു മതമാണെന്ന്. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്നിട്ട് സംസാരിക്കുക എന്റെ അനുശ്രീ ചേച്ചി. ഇങ്ങനെ രണ്ട് തോണിൽ കാലിടുന്നത് കൊണ്ടും കൂടിയാണ് കേട്ടോ നിങ്ങൾക്ക് അവസരം, സിനിമയിൽ അവസരം തീരെ കിട്ടാത്തത്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ചേച്ചി പറഞ്ഞു ചേച്ചി ബാലഗോകുലത്ത് പോയത് കൊണ്ടാണ് ചേച്ചിക്ക് ഹിന്ദു വിശ്വാസം ഭയങ്കരമായിട്ട് അങ്ങ് കൂടിയെന്ന്. എന്റെ ചേച്ചി, ഈ ബാലഗോകുലല്ലേ അതിൽ പോകാത്തവർക്കാണ് ഏറ്റവും കൂടുതൽ ഹിന്ദു വിശ്വാസം. ഒന്നാമത് ഈ ശ്രീകൃഷ്ണ ജയന്തിക്കും ബാലഗോകുലത്തിലൊക്കെ പോകുന്ന ടീമിനെ ഈ സംഘികളുണ്ടല്ല, സംഘികൾ അവരെയൊക്കെ അങ്ങ് BJP പ്രഖ്യാപിക്കും. അതുകൊണ്ടാണ് ഒന്നാമതുണ്ടല്ലോ അത്തരം പരിപാടികൾക്ക് ഇപ്പൊ ആരും കിട്ടാതായി പോയത്. അതായത് കുട്ടികളിലേക്ക് വരെ ഇവരുണ്ടല്ലോ ഇവരെ വർഗീയതയും കുത്തിത്തിരിപ്പും ഒക്കെ അങ്ങ് കേറ്റാൻ നോക്കും. അതുകൊണ്ടാണ് അത്തരം പരിപാടിയിലേക്ക് മാതാപിതാക്കളുണ്ടല്ലോ തങ്ങളുടെ കുട്ടികൾ ഇപ്പൊ അയക്കാത്തത്. ഭക്തിയുള്ളവരുണ്ടല്ലോ, നല്ല ഹിന്ദു ഭക്തരുണ്ടല്ലോ, അത്തരം പരിപാടിയിലേക്ക് ആരും അയക്കില്ല. സിമ്പിളാണ്, അതാണ് കാര്യം. ഇനി നമുക്ക് അനുശ്രീ ചേച്ചി അവസാനമായിട്ട് സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്താണ് പറയുന്നത് കേട്ടിട്ട് വന്നാലോ? പോന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഞങ്ങളുടെയൊക്കെ സമയത്ത് ഞങ്ങൾ ഓടി പോവായിരുന്നു ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ. അത് നമുക്കത് മതത്തിനെ പറ്റി അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ മത തീവ്രവാദം നടത്താനോ ഒന്നും അല്ല. കഥകൾ കേൾക്കുക, നമ്മളെ പറ്റി അറിയുക, നമ്മുടെ കടമകളെ പറ്റി അറിയുക, നമ്മുടെ കർമ്മങ്ങളെ പറ്റി അറിയുക. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അത് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ അത് താല്പര്യം ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇപ്പോഴത്തെ ഇവിടുത്തെ ആളിന്റെ കുറവുകൾ. അവർക്ക് ഒരുപാട് എന്റർടൈൻമെന്റ്സ് ഉണ്ട്. സോ നമ്മുടെ സംസ്കാരമാണ് അതിൽ താഴേക്ക് പോകുന്നത്. എപ്പോഴും ഞാൻ നമ്മുടെ സംസ്കാരത്തെ കണ്ടിട്ടുള്ളത് നമ്മുടെ ജീവിത ശൈലി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ല കുറെ കാര്യങ്ങൾ നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് നമ്മുടെ സംസ്കാരത്തെ പറ്റി തോന്നിയിട്ടുള്ളത്. കാരണം രാവിലെ ഉണരുമ്പോ തന്നെ ഒരു പുതിയൊരു ദിവസം തന്നതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങണം എന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ചേച്ചി മാത്രമല്ല നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് രാവിലെ എണീച്ചിട്ടാകുമ്പോൾ ദൈവത്തിനോട് നന്ദി പറയണമെന്ന് തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ സംഘികളുണ്ടല്ലോ, നമ്മളെ വിശകല ടീച്ചറും നമ്മളെ കേസില്ല വക്കീല് കൃഷ്ണരാജില്ലേ, അവരൊക്കെ എന്താ പഠിപ്പിക്കുന്നതെന്ന് അറിയാം. രാവിലെ തന്നെ ഉണർന്ന പാടുണ്ടല്ലോ അന്യമത വിദ്വേഷമാണ് ഇപ്പോഴത്തെ കുട്ടികളെ ഈ സംഘികൾ പഠിപ്പിക്കുന്നത്. അതായത് മെയിൻ ആയിട്ട് മുസ്ലിങ്ങളെ കുറ്റം പറയുക, അവരുടെ വസ്ത്രധാരണത്തെ കുറ്റം പറയുക, അവരുടെ ഭക്ഷണത്തെ കുറ്റം പറയുക, അവരുടെ ആരാധനയില്ലേ അതിനെയൊക്കെ കുറ്റം പറയുക. ഇതാണ് ഇപ്പൊ സംഘികളുണ്ടല്ലോ ഇത്തരം പരിപാടികളിൽ മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഹിന്ദു മതത്തിലുള്ള ഒരുപാട് തെറ്റുകളുണ്ട്, അത് മനസ്സിലാക്കിക്കാനോ മറ്റു മതങ്ങളിലുള്ള നല്ല കാര്യമുണ്ട്, ആ നല്ല കാര്യം നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യണം അതിനെക്കുറിച്ച് പഠിപ്പിക്കാനോ ഒന്നുമല്ല ഇവരൊന്നും ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇത്തരം പരിപാടിയിൽ പോയി ഇമാതിരി വർത്തമാനം സ്ഥിരമായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടല്ല, അതിപ്പോ കുട്ടികളായാലും ശരി മുതിർന്നവരായാലും ശരി, അവർക്ക് തന്നെ ഇത്തരം കാര്യങ്ങളോട് മടുപ്പ് തോന്നും. എന്റെ കുലശ്രീ സംഘിനി അനുശ്രീ ചേച്ചി, അപ്പൊ അത്തരം ആൾക്കാരുണ്ടല്ലോ ഈ പരിപാടിയിൽ പോകാതാവും. അതായത് അവർ മനുഷ്യനായി മാറും. അങ്ങനെ മനുഷ്യനായി മാറുന്നുണ്ടെങ്കിൽ അവർ മനുഷ്യനായി മാറിക്കൊണ്ട് എന്റെ സംഘിനി ചേച്ചി. അല്ലാതെ സംഘപരിവാറുകാർ പറയുന്ന പച്ച വർഗീയത കേട്ടിട്ട് അവര് മനുഷ്യരാകാതിരിക്കുകയാണോ ചേച്ചി വേണ്ടത്? എന്തായാലും ചേച്ചി ഇന്നീ പറഞ്ഞ ഈ സങ്കടങ്ങൾ കേട്ടിട്ട് ആരെങ്കിലും ചേച്ചിക്ക് സിനിമയിൽ അവസരം കൊടുക്കണം. വേറെ ആരും കൊടുത്തിട്ടില്ലെങ്കിലും നമ്മളെ ശാഖാപ്രമുഖ് ഉണ്ണിമുകുന്ന സാറല്ലേ, ഉണ്ണിമുകുന്നേട്ടാ, നിങ്ങൾ എന്തായാലും നമ്മുടെ അനുശ്രീ ചേച്ചിക്ക് ഒരു അവസരം കൊടുത്തേ പറ്റൂ. അങ്ങനെ അവസരം കിട്ടണമെങ്കിൽ എന്റെ അനുശ്രീ ചേച്ചി ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇതുപോലുള്ള BJP പരിപാടികളിൽ പോകാതെ കിട്ടിയ സമയത്തുണ്ടല്ല അഭിനയം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ല കുറച്ച് പഠിക്കാൻ നോക്ക്. അങ്ങനെയാണെങ്കിലല്ല സിനിമയിലല്ലെങ്കിൽ സീരിയലിലെങ്കിലും ചിലപ്പോൾ അവസരം കിട്ടും. ഇനി സീരിയലിൽ അവസരം കിട്ടിയില്ലെങ്കിലും സംഘിയുടെ എല്ലാമായ സന്തോഷ് പണ്ഡിറ്റില്ലേ മൂപ്പരെടുക്കുന്ന സിനിമയിലെങ്കിലും നമ്മൾ അനുശ്രീ ചേച്ചിക്ക് ഒരു നായിക വേഷം, കാരണം ഒരുപാട് നായികമാരുണ്ട് സന്തോഷ് പണ്ഡിറ്റ് സിനിമയിൽ, അതിൽ ഒരു നായികയായിട്ടെങ്കിലും നമ്മളെ സന്തോഷ് പണ്ഡിറ്റ് നമ്മളെ കുലശ്രീ സംഘിണി അനുശ്രീ ചേച്ചിക്ക് ഒരവസരം തരുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോഴെന്തായാലും അഭിനയം അറിയാത്തതിന്റെ പേരിൽ ഫീൽഡ് ഔട്ട് ആയിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന എന്റെ അനുശ്രീ ചേച്ചിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.